കോഴിക്കോട് വലിയങ്ങാടി ദുരന്തവുമായി ബന്ധപ്പെട്ട് അവിടെ ബി.ജെ.പിയുടെ പ്രതിഷേധം നടക്കുകയാണ്. കോഴിക്കോട് കോർപ്പറേഷൻ ഓഫീസിലേക്കാണ് ബി.ജെ.പിയുടെ പ്രതിഷേധ മാർച്ച്. ബാരിക്കേഡ് വെച്ച് പ്രതിഷേധ മാർച്ചിനെ പ്രതിരോധിക്കുകയാണ് അവിടെ പോലീസ്. ഇക്കാര്യത്തിൽ കോർപ്പറേഷൻ അധികൃതർക്ക് വീഴ്ചയുണ്ടായി എന്നാണ് അവിടെ പ്രതിപക്ഷ സംഘടനകൾ ആരോപിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ ശക്തമായിരുന്നു. ഇന്ന് ഈ വിഷയത്തിൽ മേയർ പ്രതികരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് അവിടെ പെട്ടെന്നൊരു ഒഴിപ്പിക്കൽ സാധ്യമല്ലാത്തത് കൊണ്ടാണ് അത്തരത്തിൽ ഒരു നടപടി സ്വീകരിച്ചത് എന്നുള്ളതാണ്. അതുമാത്രമല്ല, അവിടെ എഞ്ചിനീയറുടെ റിപ്പോർട്ടിൽ ഈ കെട്ടിടം അൺഫിറ്റാണ് എന്ന തരത്തിൽ ഒരു പരാമർശം ഉണ്ടായിരുന്നില്ല എന്നുകൂടി അദ്ദേഹം വിശദീകരിക്കുന്നുണ്ടായിരുന്നു. വളരെ വേഗത്തിൽ ഒഴിപ്പിച്ചാൽ ആ കച്ചവടക്കാർ എങ്ങനെ ഒഴിഞ്ഞു പോകും? അതുകൊണ്ട് ഈ കെട്ടിടം പൊളിക്കാൻ ശ്രമിക്കുന്ന ഘട്ടത്തിൽ ഒഴിപ്പിക്കൽ നടത്താം എന്നുള്ളതായിരുന്നു സ്വീകരിച്ച നിലപാട് എന്നാണ് മേയർ ഒ സദാശിവൻ വിശദീകരിച്ചത്. ഇപ്പോൾ ദിലീഷ തിലകനാണ് വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ചേരുന്നത്. ദിലീഷ, ബി.ജെ.പിയുടെ പ്രതിഷേധം തുടരുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ ദിലീഷ? ഉന്മേഷ്, ഈ കോർപ്പറേഷൻ അനാസ്ഥയ്ക്കെതിരെ ബി.ജെ.പി പ്രവർത്തകരും അതുപോലെ തന്നെ കോർപ്പറേഷൻ കൗൺസിലർമാരും പ്രതിപക്ഷ കൗൺസിലർമാരും ഒരു വശത്ത് പ്രതിഷേധവുമായിട്ട് എത്തിയിട്ടുണ്ട്. കോർപ്പറേഷന് അകത്ത് മുന്നിൽ തന്നെ ഇരുന്ന് പ്രതിപക്ഷ കൗൺസിലർമാർ പ്രതിഷേധിക്കുകയാണ്. അല്പസമയം മുമ്പാണ് ഇപ്പോൾ ബി.ജെ.പി പ്രവർത്തകരും ഇത്തരത്തിൽ വലിയ പ്രതിഷേധവുമായിട്ട് കോർപ്പറേഷന് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ബാരിക്കേഡുകൾ വെച്ച് പോലീസ് ഇവരെ പുറത്ത് തടഞ്ഞിരിക്കുകയാണ്. ഈ മേയർക്കും സെക്രട്ടറിക്കുമെതിരെ നരഹത്യക്ക് കേസെടുക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ബി.ജെ.പി പ്രവർത്തകർ പ്രതിഷേധവുമായിട്ട് എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ മരിച്ചവരുടെ കുടുംബത്തിന് 25 ലക്ഷം രൂപ ധനസഹായം നൽകുക എന്നുകൂടി ബി.ജെ.പി പ്രവർത്തകർ പറയുന്നുണ്ട്. മാത്രവുമല്ല, പ്രതിപക്ഷ കൗൺസിലർമാർ ആവശ്യപ്പെടുന്നത് കോർപ്പറേഷൻ കേവലം വിശദീകരിക്കുന്നത്, കോർപ്പറേഷന്റെ വാർത്താ സമ്മേളനമെല്ലാം അല്പസമയം മുമ്പ് നമ്മൾ ഈ വിഷയത്തിൽ കണ്ടതാണ്, കോർപ്പറേഷന്റെ വിശദീകരണം നമ്മൾ കണ്ടതാണ്. കോർപ്പറേഷൻ വിശദീകരിക്കുന്നത് കേവലം സാങ്കേതികത്വം മാത്രമാണ്. എന്നാൽ പൊളിച്ചു മാറ്റാൻ തീരുമാനിച്ച കെട്ടിടം എന്തുകൊണ്ട് മറ്റു നടപടികൾ ബി.ജെ.പിയുടെ പ്രതിഷേധം നടക്കുകയാണ് ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷൻ ഓഫീസിലേക്ക്. വലിയങ്ങാടി ദുരന്തവുമായി ബന്ധപ്പെട്ടാണ് പ്രതിഷേധമുയരുന്നത്. 4 പേരാണ് കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകർന്നു വീണ് അവിടെ മരിച്ചത്. ഇത് അപകടാവസ്ഥയിലുള്ള കെട്ടിടമാണെന്ന് അറിഞ്ഞിട്ടും ഒഴിപ്പിക്കൽ നടപടി സ്വീകരിച്ചില്ല കോർപ്പറേഷൻ എന്നാണ് പ്രതിപക്ഷ സംഘടനകളുടെ വിമർശനം. ഇപ്പോൾ ആ ബാരിക്കേഡ് മറികടന്ന് മുന്നോട്ടു പോകാനുള്ള ശ്രമത്തിലാണ് അവിടെ ബി.ജെ.പി പ്രവർത്തകർ. ഒരു വിഭാഗം പ്രവർത്തകർ നേരത്തെ ബാരിക്കേഡിന് മുകളിൽ കയറി പ്രതിഷേധിച്ചിരുന്നു. ഇപ്പോൾ അവർ പ്രതിഷേധ യോഗത്തിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധങ്ങൾ ആരംഭിച്ചതാണ്. കോർപ്പറേഷൻ ഓഫീസിലേക്ക് തള്ളിക്കയറാൻ പ്രതിപക്ഷ സംഘടനകൾ ശ്രമിച്ചിരുന്നു. ഇന്നും സമാനമായ രീതിയിൽ ഈ വിഷയത്തിൽ പ്രതിഷേധം ശക്തമാക്കുകയാണ് അവിടെ പ്രതിഷേധം ശക്തമാക്കുകയാണ് അവിടെ പ്രതിപക്ഷ സംഘടനകൾ. കൂടുതൽ സംഘടനകൾ പ്രതിഷേധ മാർച്ചുമായി അവിടേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ബി.ജെ.പിയുടെ പ്രതിഷേധ മാർച്ചാണ് കോഴിക്കോട് കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അനാസ്ഥയുണ്ടായി കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് എന്നുള്ള ആരോപണം തള്ളുകയാണ് അവിടെ അധികൃതർ. അൺഫിറ്റാണ് ഈ കെട്ടിടമെന്നൊരു പരാമർശം എഞ്ചിനീയറുടെ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് രാവിലെ മാധ്യമങ്ങളെ കാണുമ്പോൾ മേയർ ഒ സദാശിവൻ വിശദീകരിച്ചത്. അജി കുഞ്ഞുമോനാണ് വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേരുന്നത്. അജി, എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? ഡോക്ടർ ഉന്മേഷ്, ഒന്നുകൂടെ ചോദ്യം ആവർത്തിക്കാമോ? ഈ പ്രതിഷേധം തുടരുകയാണല്ലോ. പ്രവർത്തകർ ഇപ്പോഴും ബാരിക്കേഡിന് മുന്നിൽ അവിടെ തന്നെ ഉണ്ടോ അജി? തീർച്ചയായിട്ടും ഡോക്ടർ ഉമേഷ്, നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോഴും പ്രവർത്തകർ ഈ ബാരിക്കേഡിന് മുകളിൽ കയറിയിരിക്കുകയാണ്. ബാരിക്കേഡ് മറച്ചിട്ട് അതിന് മുകളിൽ കയറിയിരിക്കുകയാണ്. ഇപ്പോഴും പ്രവർത്തകർ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം ഇന്നലെയും ഇവിടെ ഉയർന്നിരുന്നു. അതിന് സമാനമായ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം ഇപ്പോൾ ഇവിടെ നടക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കോർപ്പറേഷന് ഉള്ളിലും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് കോർപ്പറേഷനകത്തും പ്രതിഷേധം ഉയരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. കാരണം ഈ കോൺഗ്രസ് ഒപ്പം തന്നെ ബി.ജെ.പി കൗൺസിലർമാർ, ലീഗ് കൗൺസിലർമാരൊക്കെ വലിയ തരത്തിലുള്ള പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ഈ മരണപ്പെട്ട 4 പേരുടെയും കുടുംബങ്ങൾക്ക് കൃത്യമായ നഷ്ടപരിഹാരം നൽകണം. 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാണ് അവർ പ്രധാനമായും
ആവശ്യപ്പെട്ടിരുന്നത്. ആ ആവശ്യത്തിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുകയാണ്. മതിയായ നഷ്ടപരിഹാരം വേണം. അത് മാത്രമല്ല, ഇപ്പോഴും നിരവധി കെട്ടിടങ്ങൾ ശോചനീയാവസ്ഥയിൽ, അപകടാവസ്ഥയിൽ ഉണ്ട്. കോഴിക്കോട് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അൺഫിറ്റായ കെട്ടിടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ അൺഫിറ്റായ കെട്ടിടങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ആ കെട്ടിടങ്ങളൊക്കെ ഒഴിപ്പിച്ച്, ആ കടകളൊക്കെ ഒഴിപ്പിച്ച് എത്രയും പെട്ടെന്ന് അവരുടെ ഒരു പുനരധിവാസം അടക്കം നടപ്പാക്കണമെന്നുള്ള ആവശ്യങ്ങളൊക്കെ ഉയർന്നിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനമായും പറയുന്നത് അവർ മാർച്ച് ഇപ്പോൾ ഉദ്ഘാടനം നടക്കുകയാണ്. അത് കഴിഞ്ഞ് വീണ്ടും സംഘർഷത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയാണ് നിലവിൽ ഇവിടെ കാണുന്നത്. ശരി, അജി കുഞ്ഞുമോനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.